ശിവപുരാണം വിഭാഗം 1 വിദ്യേശ്വര സംഹിത അധ്യായം 5 ശിവന്റെ ഫാലിക്ക് ചിഹ്നത്തിന്റെ ലിംഗ മഹത്വം. സൂത പറഞ്ഞു, ശ്രവണ മുതലായ 3 ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തി ഫാലിക്ക് ചിഹ്നം, ലിംഗം അല്ലെങ്കിൽ ശിവന്റെ പ്രതിമ സ്ഥാപിച്ച് എല്ലാ ദിവസവും അവരെ ആരാധിക്കണം. അങ്ങനെ അവന് ലൗകികമായ അസ്തിത്വത്തിന്റെ സമുദ്രം കടക്കാൻ കഴിയും. തനിക്ക് താങ്ങാൻ കഴിയുന്നിടത്തോളം ഭക്തൻ മറ്റുള്ളവരെ വഞ്ചിക്കാതെ സമ്പത്തിന്റെ ദാനങ്ങളും നൽകണം. അവൻ അവയെ ഫാലിക്ക് ചിഹ്നത്തിലോ ശിവന്റെ പ്രതിമയിലോ സമർപ്പിക്കും. അവൻ അവരെ നിരന്തരം ആരാധിക്കണം. ആരാധന വളരെ വിപുലമായി നടത്തണം. വേദികൾ, അലങ്കാര കവാടങ്ങൾ, ആശ്രമങ്ങൾ, ക്ഷേത്രങ്ങൾ, പുണ്യകേന്ദ്രങ്ങൾ മുതലായവയുടെ നിർമ്മാണം, വസ്ത്രങ്ങൾ, സുഗന്ധങ്ങൾ, മാലകൾ, ധൂപം, വിളക്കുകൾ യഥാവിധി ഭക്തിയോടെ സമർപ്പിക്കൽ, പലതരം വേവിച്ച അരി, പാൻകേക്കുകൾ, പീസ മുതലായവ സൈഡ് വിഭവങ്ങളോടൊപ്പം, കുടകൾ, ഫാനുകൾ, എല്ലാ സാമഗ്രികളോടും കൂടിയ ചൗരികളെല്ലാം ശിവാരാധനയിൽ സൂക്ഷിക്കണം. വാസ്തവത്തിൽ എല്ലാ രാജകീയ ആദരാഞ്ജലികളും നൽകപ്പെടും. കഴിവിനനുസരിച്ച് ജപങ്ങളോടെ പ്രദക്ഷിണവും വണങ്ങലും നടത്തണം. അഭ്യർത്ഥന പോലുള്ള ആരാധനകളിലെ വ്യത്യസ്തമായ എല്ലാ ആചാരങ്ങളും യഥാവിധി ഭക്തിയോടെ പരിപാലിക്കണം. ഈ രീതിയിൽ ഫാലിക്ക് ചിഹ്നത്തെയോ പ്രതിമയെയോ ആരാധിക്കുന്ന ഒരാൾക്ക് ശ്രവണം കൂടാതെയും മോക്ഷം ലഭിക്കും. ഈ ലളിതമായ ആരാധനയാൽ മാത്രം മുൻകാലങ്ങളിലെ പല ശ്രേഷ്ഠപുരുഷന്മാരും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. എല്ലായിടത്തും ദേവതകളെ അവരുടെ പ്രതിച്ഛായയിൽ മാത്രം ആരാധിക്കുന്നു. എങ്ങനെയാണ് ശിവനെ പ്രതിച്ഛായയിലും ഫാലസിലും ആരാധിക്കുന്നത്? സൂത പറഞ്ഞു, ജ്ഞാനികളെ, ഈ ചോദ്യം വിശുദ്ധവും അത്ഭുതകരവുമാണ്. ഇവിടെ പ്രഭാഷകൻ ശിവൻ തന്നെയാണ്, സാധാരണക്കാരനല്ല. ശിവൻ തന്നെ പറഞ്ഞതും എന്റെ ആചാര്യനിൽ നിന്ന് ഞാൻ കേട്ടതും ഞാൻ നിങ്ങളോട് പറയാം. പരമോന്നത ബ്രഹ്മവുമായി സാമ്യമുള്ളതിനാൽ ശിവൻ മാത്രം നിഷ്കല, പേരില്ലാത്തതും രൂപമില്ലാത്തവനും ആയി മഹത്വപ്പെടുന്നു. മൂർത്തമായ രൂപമുള്ളതിനാൽ അവൻ സകലനുമാണ്. അവൻ സകലയും നിഷ്കലയുമാണ്. അവന്റെ നിഷ്കല ഭാവത്തിലാണ് ലിംഗമുചിതം. സകല ഭാവത്തിൽ അവന്റെ മൂർത്തിഭാവത്തെ ആരാധിക്കുന്നതാണ് ഉചിതം. അവന് സകല നിഷ്കല ഭാവങ്ങളുള്ളതിനാൽ ഫാലിക്കിലും മൂർത്തീകൃത രൂപത്തിലും ആളുകൾ അവനെ ആരാധിക്കുകയും അത്യുന്നത ബ്രാഹ്മണൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. മറ്റ് ദേവതകൾക്ക് ബ്രാഹ്മണനല്ല, എവിടെയും നിഷ്കളങ്ക ഭാവമില്ല. അതിനാൽ രൂപരഹിതമായ ഫാലിക്ക് ചിഹ്നത്തിൽ ദേവതകളെ ആരാധിക്കുന്നില്ല. മറ്റ് ദേവതകൾ അബ്രാഹ്മണരും വ്യക്തികളുമായ ആത്മാക്കളാണ്. അവർ ഒറ്റയ്ക്കായതിനാൽ അവർ ശാരീരിക രൂപത്തിൽ മാത്രം ആരാധിക്കപ്പെടുന്നു. ശങ്കരത്തിൽ ബ്രഹ്മത്വവും മറ്റുള്ളവയ്ക്ക് ജീവത്വവുമുണ്ട്. മന്ദാര പർവ്വതത്തിൽ വെച്ച് ബ്രഹ്മാവിന്റെ ബുദ്ധിമാനായ പുത്രനായ സനത്കുമാരനോട് നന്ദികേശ്വരൻ ചോദിച്ചപ്പോൾ വേദാന്തത്തിന്റെ സത്യയായ പ്രണവത്തിന്റെ ഓം അർത്ഥത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. സനത്കുമാർ പറഞ്ഞു, ശിവൻ ഒഴികെയുള്ള ദേവതകളുടെ ആരാധനയിൽ മൂർത്തമായ രൂപം മാത്രമാണ് പലപ്പോഴും നിരീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഫാലിക്ക് മൂർത്തീകൃത രൂപങ്ങൾ ശിവനെ ആരാധിക്കുന്നതിൽ മാത്രമേ കാണൂ. അതിനാൽ ദയയുള്ളവനെ, സത്യം മനസ്സിലാക്കിക്കൊടുക്കാൻ ദയവായി എന്നോട് പറയൂ. നന്ദികേശ്വരൻ പറഞ്ഞു, ബ്രഹ്മത്വത്തിന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയില്ല. പാപമില്ലാത്തവനെ, നീ ഭക്തനായതിനാൽ ശിവൻ തന്നെ പറഞ്ഞത് ഞാൻ പറയാം. പരമോന്നത ബ്രാഹ്മണനായതിനാൽ ശിവന് ശരീരരഹിതമായ ഭാവമുള്ളതിനാൽ നിഷ്കല ലിംഗം വേദസൂചനകൾക്ക് അനുസൃതമായി അവന്റെ ആരാധനയിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അവന് ഒരു മൂർത്തമായ രൂപവും ഉള്ളതിനാൽ അവന്റെ മൂർത്തിഭാവമായ രൂപവും എല്ലാ ആളുകളാലും ആരാധിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു. വേദങ്ങളിലെ തീരുമാനമനുസരിച്ച് വ്യക്താത്മാക്കൾ മാത്രം ഉൾക്കൊള്ളുന്ന മറ്റ് ദേവതകളുടെ ആരാധനയിൽ മൂർത്തമായ രൂപം മാത്രമേ ഉപയോഗിക്കാവൂ. ദേവന്മാർക്ക് അവരുടെ പ്രകടനത്തിൽ മൂർത്തമായ ഭാവമേ ഉള്ളൂ. പുണ്യസാഹിത്യത്തിൽ ഫാലിക്ക് മൂർത്തീകൃത രൂപങ്ങൾ ശിവനു വേണ്ടി പരാമർശിക്കപ്പെടുന്നു. സനത്കുമാർ പറഞ്ഞു, ഭാഗ്യവാൻ, ശിവനും മറ്റ് ദേവതകൾക്കും വേണ്ടിയുള്ള ഫാളസിന്റെയും പ്രതിമയുടെയും ആരാധന നിങ്ങൾ വ്യക്തമായി വിശദീകരിച്ചു. അതിനാൽ യോഗീശ്വരനായ ശിവന്റെ ഫാലിക്ക് ഭാവത്തിന്റെ പ്രകടനത്തിന്റെ സവിശേഷത കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദികേശ്വരൻ പറഞ്ഞു, പ്രിയനേ, നിന്നോടുള്ള സ്നേഹത്താൽ ഞാൻ സത്യം പറയാം. വളരെക്കാലം മുമ്പ് പ്രസിദ്ധമായ 1-ാം കൽപ്പത്തിൽ കുലീനരായ ബ്രഹ്മാവും വിഷ്ണുവും പരസ്പരം പോരടിച്ചു. അവരുടെ അഹങ്കാരത്തെ ഉന്മൂലനം ചെയ്യാൻ ഭഗവാൻ പരമേശ്വരൻ അവരുടെ നടുവിൽ ഒരു സ്തംഭരൂപത്തിൽ തന്റെ അവിഭാജ്യ നിശ്ചല രൂപം കാണിച്ചു. ലോകങ്ങളെ അനുഗ്രഹിക്കണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹം തന്റെ ഫാലസ് ചിഹ്നം പ്രത്യേകമായി കാണിച്ചു. അന്നുമുതൽ ദിവ്യമായ ഫലകവും മൂർത്തിഭാവമുള്ള പ്രതിമയും ശിവന് മാത്രം നിയോഗിക്കപ്പെട്ടു. ശിവൻ ഒഴികെയുള്ള ദേവതകൾക്ക് മൂർത്തമായ രൂപം മാത്രമേ നൽകിയിട്ടുള്ളൂ. വ്യത്യസ്ത ദേവതകളുടെ വിവിധ രൂപങ്ങൾ ആസ്വാദനം മാത്രമേ നൽകുന്നുള്ളൂ. ശിവനെ സംബന്ധിച്ചിടത്തോളം ഫാലിക്ക് ചിഹ്നവും മൂർത്തമായ രൂപവും ഒരുമിച്ച് ഐശ്വര്യപ്രദമായ ആസ്വാദനവും മോക്ഷവും പ്രദാനം ചെയ്യുന്നു.